വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കലാണ്. വിഷൻ ബോർഡ് എന്താണെന്നൊന്നും ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഒരുപാട് യൂട്യൂബ് ചാനലിൽ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി ഞാനും കൂടി ഇട്ടിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ആദ്യമായിട്ട് വിഷൻ ബോർഡ് കാണുന്നത് സഫാ വിത്ത് എന്ന് പറഞ്ഞൊരു ചാനലിലാണ് ഇത് ഉണ്ടാക്കുന്ന കാണുന്നത്. അപ്പം തന്നെ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാനിതുപോലെ പിൻട്രസ്റ്റിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് വിഷൻ ബോർഡ് എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. ജേണൽ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഗോൾസും ഡ്രീംസും ഒക്കെ ഇങ്ങനെ എഴുതി വെക്കുക, അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ജേണൽ ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ എത്ര നോക്കിയിട്ട് അതെനിക്ക് പറ്റാത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുതിയൊരു വർഷമാണല്ലോ, അപ്പോൾ പുതിയൊരു തുടക്കമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വിഷൻ ബോർഡ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ഇതിലുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഞാൻ ഈ ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതൊന്നല്ല, കുറേ നാളുകളായിട്ട് പ്ലാൻ ചെയ്യണതാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ എഫേർട്ട് ഇട്ട് ചെയ്തിട്ടില്ല, അത് കാരണമാണ് മെയിനായിട്ട് നടക്കാത്തത്. അപ്പോൾ ഈ ഒരു വർഷമെങ്കിലും അതൊക്കെ ഒന്ന് ഫുൾഫിൽ ചെയ്യണമെന്നുണ്ട്. എല്ലാവരും ഫോം ബോർഡിലൊക്കെയാണ് ഇത് ചെയ്യണത്, പക്ഷെ എൻ്റെ കയ്യിൽ ഫോം ബോർഡ് ഉണ്ടായിരുന്നില്ല. ഇതുപോലത്തെ ഒരു A3 ഫ്രെയിമിൻ്റെ ബോർഡ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ ഇത് ഞാനിങ്ങനെ വേറൊരു വർക്ക് ചെയ്തിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ മാറ്റിയിട്ടാണ് ഇപ്പം ഇതിൽ ചെയ്യണത്. ഇതിൻ്റെ ബാക്കിൽ ഹുക്കുള്ളത് കാരണം നമുക്ക് എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്തിടാമല്ലോ. ഫോം ബോർഡിനെക്കാട്ടും എനിക്ക് നല്ലതായിട്ട് തോന്നിയത് ഇങ്ങനെ ചെയ്യണതാണ് കേട്ടോ. പിന്നെ വാഷി ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ 4 സൈഡും ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, സ്കിപ്പ് ചെയ്ത് കളയാൻ. ഞാനിങ്ങനെ ജസ്റ്റ് ചെയ്തെന്നുള്ളൂ. ആവശ്യമുള്ള പിക്ചേഴ്സ് ഇതുപോലെ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഡയറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാം, എന്നിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. കാരണം ലാസ്റ്റ് സ്പേസിൻ്റെ ചിലപ്പോൾ ഇഷ്യൂ വരും, അത് കാരണം നമ്മൾ ട്രയൽ ചെയ്തിട്ട് നേരെ ഒട്ടിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. വിഷൻ ബോർഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എനിക്കറിയില്ല ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന്. നമ്മൾക്ക് കാണുന്ന സ്ഥലത്ത് വേണം കേട്ടോ ഈ വിഷൻ ബോർഡ് വെക്കാനായിട്ട്. ഞാൻ എൻ്റെ ഡെസ്കുമ്പോൾ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.